പ്രൈസ് ഗാഡ്. എൻ്റെ പേര് ക്രിസ്റ്റീൻ. ഈ ജപമാല മാസത്തിൽ എല്ലാവരെ പോലെ ജപമാല ചെല്ലാനും മാതാവിനോട് ഒത്തിരി അടുക്കാനും പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ചെറുപ്പത്തിൽ ഒരു ടാസ്ക് തീർക്കുന്ന ഒരു മനോഭാവത്തോടെയും ഒത്തിരി മടുപ്പോടെയാണ് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. ഫുൾ ടൈം വർഷിപ്പിൻ്റെ സമയത്താണ് എനിക്ക് ജപമാല ചെല്ലേണ്ട രീതി മനസ്സിലായി കിട്ടിയതും മാതാവിലൂടെയാണ് നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാൻ ഒരു എളുപ്പ വഴിയുള്ളതെന്നൊക്കെ എനിക്ക് ബോധ്യങ്ങൾ കിട്ടി. പിന്നീട് ഞാൻ ജപമാല ചൊല്ലി തുടങ്ങിയപ്പം രഹസ്യങ്ങളിൽ ഈശോയുടെ ജീവിതം ധ്യാനിച്ചുകൊണ്ട് നിയോഗങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ജപമാല ചെല്ലാൻ എനിക്ക് ബോധ്യം കിട്ടി. ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ ഒരു മാറ്റം വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവാനുഭവം ഉണ്ടായി. ഒരു ദിവസം ഞാൻ കുമ്പസാരിക്കാനുള്ള ഒരു വല്ലാത്തൊരാഗ്രഹം ഉണ്ടായി. ഞാനിങ്ങനെ കുമ്പസാരത്തിന് വേണ്ടി പള്ളിയിലും അതുപോലെ എൻ്റെ അറിയാവുന്ന സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഇങ്ങനെ കുമ്പസാരത്തിൻ്റെ അവൈലബിലിറ്റി ചോദിച്ച് വന്നപ്പം കിട്ടാതായ സമയത്ത് ഞാൻ എൻ്റെ ജപമാല എടുത്ത് മാതാവിനോട് എൻ്റെ കൺഫെഷൻ്റെ ഒരു നിയോഗം വെച്ച് ധ്യാനിച്ച് ഒരു കൊന്ത മുഴുവനും ചൊല്ലിത്തീർത്ത് ഫസ്റ്റ് വീണ്ടും ഞാൻ കൺഫെഷൻ എവിടെ കിട്ടുന്നത് തിരക്കി. പക്ഷെ അപ്പോഴും എനിക്ക് കൺഫെഷൻ എവിടെയും റെഡിയാവുന്നില്ല. രണ്ടാമത് ഞാൻ ഒരു കൊന്ത ചെല്ലാൻ റെഡിയാവുന്നു. ആ സമയത്ത് എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ഒരു ഉറപ്പ്, എനിക്ക് കൺഫെഷൻ കിട്ടുമെന്ന്. അപ്പോൾ രണ്ടാമത്തെ കൊന്ത ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് കൺഫെഷൻ തരാൻ പോകുന്ന അച്ഛനെ സമർപ്പിച്ച് ചെല്ലാനുള്ള പ്രചോദനം കിട്ടി. ഞാൻ അങ്ങനെ ഒരു കൊന്ത മുഴുവൻ ചൊല്ലി തീർത്തപ്പോൾ തന്നെ എൻ്റെ എല്ലാവരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ക്രിസ്ത്യതേ നിൻ്റെ കൺഫെഷനുള്ള ഒരു അച്ഛനെ കിട്ടിയിട്ടുണ്ട്, വേഗം വന്നു. ആ കൺഫെഷൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു. ഇന്നും എൻ്റെ എന്ത് ബുദ്ധിമുട്ട് ഉള്ള സാഹചര്യത്തിലും ഞാൻ ആദ്യം പിടിക്കുന്നുണ്ട് കൊന്തയാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ കൗൺസിലിങ്സ് ഒക്കെ നമ്മളെല്ലാവരും നടത്താറുണ്ടല്ലേ. ഞാനും ഇങ്ങനെ സ്പിരിച്വൽ കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കൗൺസിലർ ഫസ്റ്റ് പറയുന്നൊരു കാര്യമാണ്, മാതാവിൻ്റെ വലിയ അനുഗ്രഹമുള്ള കുട്ടിയാണ്. ഇതിനൊക്കെ പിന്നിൽ എൻ്റെ ജപമാലയോടുള്ള ആഴമേറിയ പ്രാർത്ഥനയും മീൻസ് ജപമാല ചെല്ലുന്ന ആ ഒരു ഹാബിറ്റും മാതാവിനോടുള്ള എൻ്റെ ഭക്തിയുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ഗോഡ്.